ഞങ്ങൾ പരിശോധിച്ചപ്പോൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ടുകൾ കുറേശ്ശെയായിട്ട് LDF കുറഞ്ഞു വന്നിട്ടുണ്ട്, കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗം പൂർണ്ണമായിട്ട് ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തി എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ല കേരളത്തിലുടനീളം പരിശോധിച്ച്. എന്നാൽ SIR ന്യൂനപക്ഷങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള ആശങ്ക അത് ലീഗ്, ജമായത്ത് ഇസ്ലാമി, കോൺഗ്രസ് കൂട്ടുകെട്ട് നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. SIR കൊണ്ടുവന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റാണ് എന്നുള്ള കള്ളപ്രചാരവേലയും നടത്തിയിട്ടുണ്ട്. ഇത് ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ ചേരിയിൽ നിന്ന് മാറ്റാൻ സഹായിച്ചു എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്ന ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തിയത്. മതനിരപേക്ഷ കേരളത്തിൽ വളരെ അപകടകരമായ ഒന്നാണ് ഇത്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നുകൂടിയാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു മുമ്പെല്ലാം ലീഗ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അത് മാറ്റി മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവിന് അതിൻ്റെ ഗുണഭോക്താവ് എന്ന രീതിയിൽ കോൺഗ്രസും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇത് കേരളത്തിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കും എന്ന് ഞങ്ങൾ കാണുകയാണ്. 3 സീറ്റുകൾ ലഭിച്ച BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാൾ 6% കുറവുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ആ കുറവ് അവരുടെ പാർട്ടിയുടെ ഭാഗത്ത് വന്ന ഏതെങ്കിലും ഒരു ഒഴിച്ചുപോക്കാണെന്നല്ല കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-30 മണ്ഡലങ്ങളിൽ ആ വോട്ട് കോൺഗ്രസിന് നൽകുന്ന നിലയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കുറവ് എങ്ങനെയാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ രീതി കാണാൻ കഴിയും. ഈ BJP ജയിച്ച 3 മണ്ഡലങ്ങളിലും UDF 3-ാം സ്ഥാനത്തായി. അപ്പോൾ അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ BJPയെ ജയിപ്പിക്കുന്നതിന് കോൺഗ്രസ് എടുത്ത നിലപാട് കൂടി ചേരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഡീലിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളാണ് UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതിനടിസ്ഥാനപ്പെടുത്തി കുറേ ആളുകളെ അവർക്ക് അണിനിരത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊള്ളത്തരം ഇപ്പോഴാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. വൻതോതിലുള്ള പണക്കൊഴുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ഉപയോഗിച്ചിട്ടുണ്ട്. മന്ത്രിമാരും MP-മാരും MLA-മാരും പണവുമായി കേരളത്തിലെത്തുകയും ക്ഷേത്ര ഭാരവാഹികളെയും വോട്ടർമാരെയും ചില ബാങ്ക് ലോണെല്ലാം ഉള്ള, അത് ചെറുതൊന്നുമല്ല, ലക്ഷക്കണക്കിനാണ്, അവിടെയെല്ലാം ആ ലോണടക്കം അടച്ചു തീർക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് BJP. UDF ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മണ്ഡലങ്ങളിലും പണക്കൊഴുപ്പ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.